എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മനോജ് പൊറ്റേക്കാട്. ഞാൻ യൂട്യൂബിലൊരു ചാനൽ തുടങ്ങിയിട്ട് ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ബൈ മനോജ്. ഇന്നലെ നമ്മൾ ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞ്, ഇന്ന് നമ്മൾ ബ്യൂട്ടീനെ കുറിച്ച് പറയാം. ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിൻ്റെ കൂടെ നിൽക്കുന്നൊരു ഇരട്ടപ്പെട്ട മക്കളുടെ ഒരാളാണ് ബ്യൂട്ടി. അതിൻ്റെ ഒപ്പം നിൽക്കുന്നത് തന്നെയാണ് നമ്മുടെ ക്ലീൻനെസ്, എന്നുവെച്ചാൽ വൃത്തിയും വെടുപ്പും എല്ലാ കാര്യങ്ങളും. പണ്ടൊരു ചൊല്ലുണ്ട്, ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം. ചത്ത് കിടക്കുമ്പോഴല്ല ചമഞ്ഞ് കിടക്കേണ്ടത്, നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാണ് ചമഞ്ഞ് നടക്കേണ്ടത്. മനസ്സിലായോ? അപ്പോഴാണ് നമ്മൾ ബ്യൂട്ടീനെ കുറിച്ചുള്ള കോൺസെപ്റ്റിലേക്ക് വരുന്നത്. കാരണം വെച്ചാൽ നമ്മുടെ ഓരോ ശരീരഭാഗങ്ങളും നമ്മൾ വൃത്തിയായി സൂക്ഷിക്കണം. കാല് തൊട്ട് കാലിൻ്റെ പെഡിക്യൂർ, നഖം വെട്ടൽ, കാലിന് മസാജ്, ഈവൻ സ്കിന്ന്, ഫേസിലെ സ്കിന്ന്, ശരീരത്തിലെ സ്കിന്ന്, ഇതിനൊക്കെ നമ്മൾ ക്രീമുകളോ അല്ലെങ്കിൽ നമ്മൾ ഓയിലുകളോ ഉപയോഗിച്ച് നമ്മൾ മസാജ് ചെയ്യണം. നന്നായി കുളിക്കണം. ഇതൊക്കെ നമ്മളുടെ ബ്യൂട്ടീനെ വർദ്ധിപ്പിക്കുന്ന സാധനങ്ങളാണ്. നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം ബ്യൂട്ടി ഉണ്ടാവും. ബ്യൂട്ടി ഉണ്ടാവുമ്പോൾ നമുക്ക് അതിനെ പരിരക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ നല്ല ഡ്രസ് കോഡ് വേണം. ഏറ്റവും വില കൂടിയ ഡ്രസ്സെന്ന് ഞാൻ പറയുന്നില്ല, ഡ്രസ്സുകൾ നമ്മൾ വെൽ ഡ്രസ്ഡ് ആയിരിക്കണം. ഈവൻ നമ്മൾ ഒരു പരിധി വരെ പാൻറ്റ് ഉപയോഗിക്കുമ്പോൾ ഷൂ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ ഷൂവ് കാലിൻ്റെ ഒരു ഹെൽമെറ്റാണ്. കാലിന് തട്ടും മുട്ടും കാര്യങ്ങളും കേടുകളും ഡാമേജുകളൊന്നും വരില്ല. അതുപോലെ നമ്മുടെ ഹെയർ കട്ടിങ്, പല്ലുകൾ, അതേമാതിരി നമ്മുടെ ഓരോ പോർഷനും നമ്മൾ നമ്മുടെ ഒരു വണ്ടി നമ്മൾ സർവീസിന് കറക്റ്റ് സമയത്തിന് കൊടുക്കും. നമ്മുടെ സർവീസ് ചെയ്തിട്ട് എന്തും നമ്മൾ ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പം നമ്മുടെ സൗന്ദര്യത്തിൻ്റെ ഒപ്പം നിൽക്കുന്നതാണ് ആരോഗ്യം, ആരോഗ്യത്തിൻ്റെ കൂടെ നിൽക്കുന്നതാണ് സൗന്ദര്യം, സൗന്ദര്യത്തിൻ്റെ കൂടെ നിൽക്കുന്നതാണ് ക്ലീൻനെസ്, എന്ന് വെച്ചാൽ നീറ്റ്നെസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കറക്റ്റായി പോയി കഴിഞ്ഞാൽ നമുക്ക് വയസ്സ് തോന്നിക്കാത്തൊരു രീതിയിലേക്ക് വരും. സാധാരണ 50 വയസ്സ് കഴിയുമ്പോൾ സാധാരണ പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും വയസ്സായില്ലേ, അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഡൈ ചെയ്യില്ല, മുടി വെട്ടില്ല, ഷേവ് ചെയ്യില്ല, ചിലർ താടി വളർത്തുള്ളൂ. എന്തോരം വളരുന്ന വെച്ചാൽ അത് വളർത്തിക്കൊണ്ടേ നടക്കും. ആര് പറഞ്ഞാലും വെട്ടൂല്ല. ഇതൊന്നൊരു നമുക്ക് സമൂഹത്തിൽ വലിയ സ്ഥാനങ്ങളും തരുന്ന കാര്യങ്ങളല്ല. നമ്മൾ ക്ലീൻ ആൻഡ് നീറ്റായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയും റെസ്പെക്റ്റും ഫ്രണ്ട്സുകൾ ഉണ്ടാക്കാനും നിങ്ങൾ പറയുന്നത് ആൾക്കാർ കേൾക്കാനും എല്ലാത്തിനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ബ്യൂട്ടി നിങ്ങൾ സംരക്ഷിക്കുക, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, സമയത്തിന് ഉറങ്ങുക, ഡയറ്റ് കൺട്രോൾ ചെയ്യുക, അതേമാതിരി എക്സസൈസ് ചെയ്യുക പ്രോപ്പറായിട്ട്. ഇവ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൗന്ദര്യവും നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ നടപടി നന്നായിരിക്കണം. നമ്മുടെ എല്ലാ കാര്യങ്ങളും കൃത്യനിഷ്ഠയോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ, ടൈം ടു ടൈം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും അതേമാതിരി മാനസികാരോഗ്യത്തിലും വളരെ സന്തോഷവാനായി ഹാപ്പിനെസ്സോടുകൂടി ജീവിക്കാൻ പറ്റും. നന്ദി, നമസ്കാരം, താങ്ക് യു.